നമസ്കാരം. ഇറക്കുമതി ചുങ്കം കുത്തനെ ഉയർത്തി ഇന്ത്യയെ തകർക്കാൻ നോക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തകർന്നടിയുന്നു. അടിക്കടി തീരുമാനങ്ങൾ മാറ്റി യുഎസിനെ കുഴപ്പത്തിലാക്കിയ ട്രംപിന് അടിമുടി പിഴയ്ക്കുകയാണ്. ഇറാൻ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയ ട്രംപ് അമേരിക്കൻ പ്രതിരോധ രംഗത്തെ തന്നെ തകർത്തുവെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇറാൻ യുദ്ധത്തിൽ ആയുധങ്ങൾ വൻതോതിൽ യുഎസിന് നഷ്ടമായിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ യുദ്ധശേഷിയെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളും ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ വൻ ശേഖരം ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. റഷ്യയ്ക്ക് നേരെയോ ചൈനയ്ക്ക് നേരെയോ ആക്രമണമുണ്ടായാൽ ഉപയോഗിക്കാൻ കരുതിയ മിസൈലുകളിൽ വലിയ ഒരു ഭാഗമാണ് ഇറാൻ യുദ്ധത്തിൽ US ഉപയോഗിച്ചത്. $100 കോടി വീതമാണ് യുഎസിന് പ്രതിദിന നഷ്ടം എന്നതാണ് പുറത്തുവന്ന കണക്ക്. $600 കോടിയോളം വിലമതിക്കുന്ന ആയുധങ്ങൾ യുഎസിന് യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നഷ്ടമായിട്ടുണ്ട്. 1000-ലധികം ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ യുദ്ധത്തിന് ഉപയോഗിച്ചു. ഇതോടെ കയ്യിലുണ്ടായിരുന്ന ടോമഹോക്ക് മിസൈലുകളുടെ ശ്രേണിയിൽ വൻ കുറവാണ് വന്നിരിക്കുന്നത്. യുഎസിന്റെ കയ്യിലുണ്ടായിരുന്ന JASSM-ER മിസൈലുകളിൽ സിംഹഭാഗവും US ഇറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. $10 ലക്ഷത്തിലേറെ ഓരോ മിസൈലിന്റെയും വില. അതേസമയം US ഇറാൻ സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിന് വേദിയൊരുങ്ങിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രത്യേക നയതന്ത്ര സംഘത്തോടൊപ്പം പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ സംഘവും ഇന്ന് പാകിസ്ഥാനിലെത്തും. ഇറാനും യുഎസും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും നടത്താൻ പദ്ധതിയിട്ടിട്ടില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത്. ഇറാൻ നിലപാട് പാകിസ്ഥാൻ അറിയിക്കുമെന്നാണ് ഇറാൻ അറിയിച്ചത്. ഇസ്ലാമാബാദ്, മോസ്കോ, മസ്കത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായാണ് അരാഗ്ചി പാകിസ്ഥാനിൽ എത്തുന്നത്. വെടിനിർത്തൽ ലക്ഷ്യമിട്ടിട്ടുള്ള രണ്ടാമത്തെ സമാധാന ചർച്ചയാണിത്. ആദ്യഘട്ട US ഇറാൻ ചർച്ച അലസിയിരുന്നു. ഏപ്രിൽ 11, 12 തീയതികളിൽ നടന്ന ചർച്ചകളാണ് ധാരണയാകാതെ പിരിഞ്ഞത്. മേഖലയിലെ സമാധാനം വീണ്ടെടുക്കുന്നതിനായി റഷ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇറാൻ ആശയവിനിമയം നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കാൻ അരാഗ്ചി നടത്തുന്ന ഈ സന്ദർശനം വഴി കഴിഞ്ഞേക്കും എന്നുള്ള വിശ്വാസമാണ് പൊതുവെയുള്ളത്. എന്നാൽ ഇക്കുറിയും സമാധാന ശ്രമം വിജയിക്കാതെ വന്നാൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്ന ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ US ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ദീർഘകാല സമാധാന കരാറുകൾക്കുള്ള ശ്രമങ്ങളെ ഇറാന്റെ കടുത്ത നിലപാടുള്ള സൈനിക നേതാക്കൾ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് USന്റെ വിലയിരുത്തൽ. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചകളാണ് ലോകം ഉറ്റുനോക്കുന്നത്.